കേരള കോൺഗ്രസിനെതിരെ വിമർശനവുമായി ചാലക്കുടിയിലെ മുൻ സ്ഥാനാർത്ഥി ഡെന്നീസ് കെ ആന്റണി. രാവിലെ ഫോണിൽ വിളിച്ച് സീറ്റ് വാഗ്ദാനം ചെയ്തവർ ഉച്ചയ്ക്ക് ശേഷം ചതിച്ചു. മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തന്നെ മറികടന്ന് കോൺഗ്രസ് പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കിയത് നീതികേടെന്നും വിമർശനം. പാർട്ടി ചെയർമാൻ അടക്കമുള്ളവർ തന്നെ മത്സരരംഗത്തു നിന്നും മാറ്റി നിർത്തുകയാണുണ്ടായതെന്നും ആരോപണമുണ്ട്. പാർട്ടി തീരുമാനത്തിന് പിന്നാലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടതായും ഡെന്നീസ് കെ ആന്റണി പറയുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് തുടർന്നു. സാനു, നമുക്കറിയാം UDF-ൽ എത്രത്തോളം സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഒക്കെ കീറാമുട്ടായി നിന്നതും തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ തന്നെ കോട്ടയത്തു നിന്നും വന്ന ഒരു വാർത്തയനുസരിച്ച് ഏറ്റുമാനൂർ സീറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ജോസഫ് വാഴയ്ക്കനാണ്. ഒരു 1,00,000-ഓളം പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ അടിച്ച ശേഷമാണ് അറിയുന്നത് സ്ഥാനാർത്ഥിതനല്ലാന്ന്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വരുന്നത്. കേരള കോൺഗ്രസിനെതിരെയാണ് ഈ ഒരു വിമർശനം ഉയർന്നത്. ചാലക്കുടിയിലെ മുൻ സ്ഥാനാർത്ഥി ഡെന്നീസ് കെ ആന്റണി പറയുന്നത് എന്താണ്? അമൽ, എന്തായാലും ഒരു ഭാഗത്ത് കോൺഗ്രസിനിടയിലെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്ന വേളയിലാണ് LDF-ലും കല്ലുകടി ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നാണ് ഈ കല്ലുകടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടിയിലെ കഴിഞ്ഞ 2021-ൽ LDF സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടിയിട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഡെന്നീസ് കെ ആന്റണിയാണ് ഈ തുറന്നു പറച്ചിലുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് നിലവിൽ അവിടെ കോൺഗ്രസിലെ കൗൺസിലറായിരുന്ന ബിജു എസ് ചിറയത്തിനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ എത്തിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാനായിട്ട് CPM തീരുമാനിക്കുകയും ആ നടപടികളൊക്കെ പുരോഗമിക്കുകയും അതിനുശേഷം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ബിജു എസ് ചിറയത്തിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ബിജു എസ് ചിറയത്തിനെതിരെയാണ്, അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെതിരെയുമാണ് മാണി കോൺഗ്രസിൽ തന്നെ ഡെന്നീസ് കെ ആന്റണി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഡെന്നീസ് കെ ആന്റണി ഈ ചാലക്കുടിയിൽ സജീവമായിട്ട് പല വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ നേതൃത്വം കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതേപോലെ തന്നെ ജോസ് കെ മാണി അടക്കമുള്ളവർ ഈ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ഡെന്നീസ് കെ ആന്റണി ആണ് എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഡെന്നി അവിടെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു, പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പൊടുന്നനെയാണ് CPM-ന്റെ നിർദ്ദേശപ്രകാരം, CPM-ന്റെ ആഗ്രഹപ്രകാരം അവിടെ ചാലക്കുടി നഗരസഭാ അംഗമായിട്ടുള്ള ബിജു എസ് ചിറയത്തിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു നീക്കമൊക്കെ അവിടെ ആരംഭിച്ചത്. എന്തായാലും ആ ഒരു നീക്കം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ ഒരു ഡെന്നീസ് കെ ആന്റണി എതിർ സ്വരവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. നേതൃത്വത്തിനെതിരെ ഒളിയമ്പൊക്കെ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവസാന ഘട്ടമാണ് ഡെന്നീസ് കെ ആന്റണി അത് തുറന്ന് പറച്ചിലായിട്ട് തന്നെ സമൂഹ മാധ്യമത്തിലടക്കം കുറിപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളൊരു വിവരം അറിഞ്ഞതിന് ശേഷം തനിക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടായി, ചികിത്സ വരെ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും നേതൃത്വം തന്നെ ചതിച്ചു എന്നുമാണ് ഇപ്പോൾ ഡെന്നീസ് കെ ആന്റണി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ LDF-നുള്ളിൽ തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനെതിരെ എതിർ സ്വരമൊക്കെ ഉയർന്നിരുന്നു. പ്രാദേശിക തലത്തിലുള്ള കേരള കോൺഗ്രസും വലിയ ഒരു എതിർപ്പുമായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. എന്തായാലും LDF-ന് അവിടെ വലിയൊരു കീറാമുട്ടിയായി മാറുമോ എന്നൊരു സംശയവും ഇപ്പോൾ ഉണ്ട്. ചാലക്കുടിയിലെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 13 സീറ്റാണ് തൃശ്ശൂരിലുള്ളത്. അതിൽ ഏക സീറ്റാണ് നേടാൻ സാധിച്ചിട്ടുള്ള ഏക സീറ്റാണ് ചാലക്കുടി തന്നെ. ആ ഒരു ഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ്. CPM-ന് നഷ്ടപ്പെട്ട ഏക സീറ്റാണ് ചാലക്കുടി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ബിജു എസ് ചിറയത്തിനാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. ഡെന്നീസ് കെ ആന്റണി മറുഭാഗത്ത് എതിർ സ്വരം ഉയർത്തുമ്പോൾ എത്രത്തോളം വോട്ട് കേരള കോൺഗ്രസിൽ നിന്ന് സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. അമൽ, വ്യക്തമാണ്. കേരള കോൺഗ്രസിനെതിരെ വിമർശനവുമായി ചാലക്കുടിയിലെ മുൻ സ്ഥാനാർത്ഥി ഡെന്നീസ് കെ ആന്റണി രംഗത്തെത്തിയത്. രാവിലെ ഫോണിൽ വിളിച്ച് സീറ്റ് വാഗ്ദാനം ചെയ്തവർ ഉച്ചയ്ക്ക് ശേഷം ചതിച്ചു എന്നടക്കമുള്ള ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. വിവരം നൽകുകയായിരുന്നു സാനു കെ സജീവ്.